آله وصحبه أجمعين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. ആദരണ്യരായ ഉസ്താദന്മാരെ, കർണാടക സ്റ്റേറ്റ് ലെവലായി നോക്കിയാൽ തന്നെ മുസ്ലിമീങ്ങളെ ആസ്ഥാനമായ കേന്ദ്രമായ ഉള്ളാള ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ, വിശിഷ്യ പ്രസിഡന്റ് ഹനീഫാജി, വൈസ് പ്രസിഡന്റ് റൈറ്റോ അഷ്റഫ്, സെക്രട്ടറി ഷിഹാബുദ്ദീൻ സക്കാഫി അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, ജമാഅത്തുകാരെ, ഒരുമിച്ച് കൂടിയ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നാം മനസ്സിലാക്കിയവരാണ്, പഠിച്ചവരാണ്. ഇൽമിന്റെ മജ്ലിസിൽ ആരെങ്കിലും വന്ന് ഇരുന്നാൽ അനാചാരമായ ഒരുപാട് മജ്ലിസിൽ ഇരുന്നതിന് അത് പരിഹാരമാകുന്നു എന്ന് നാം പഠിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ അംബിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്ന, വിശിഷ്യ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മദനിത്തങ്ങളെ അനുസ്മരിക്കുന്ന, അവരെ മദ്ഹ് പറയുന്ന, അവരെ ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയുള്ള മജ്ലിസിൽ ഇരുന്നാൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വലയം ചെയ്ത് ആ മജ്ലിസിൽ ഉള്ളവർക്കെല്ലാം റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെടും എന്നും നാം കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയവരാണ്, മുഅ്മിനീകളെല്ലാം അറിഞ്ഞവരാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിനെ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് പൊതിഞ്ഞ് മജ്ലിസിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എല്ലാ ദോഷങ്ങളെയും മായ്ക്കപ്പെട്ട ശുദ്ധിയായ രീതിയിൽ പോകുന്ന ഒരു മജ്ലിസാൽ ഈ മജ്ലിസിനെ റബ്ബേ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അഞ്ച് കൊല്ലത്തോളൊരിക്ക നടത്തപ്പെടുന്ന ഉറൂസാണെങ്കിലും അൽഹംദുലില്ലാഹ് ഈ കൊല്ലം ഒരു 2.5 കൊല്ലത്തിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ഉറൂസാണ്. നമ്മുടെ ഭാഗ്യമാണ്. ഞാൻ ഇവിടെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പ ചിന്തിക്കാറുണ്ട്, യാ അല്ലാഹ്, ഒരു ഉറൂസ് കഴിഞ്ഞ് 5 കൊല്ലം എന്ന് കാക്കണോ ഉള്ളാളത്ത് ഉറൂസിന് വേണ്ടി? ഒരു 3 കൊല്ലത്തിനൊരിക്കെങ്കിലും ഈ ഒരു മഹാസംഭ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾക്കതൊരു ആഹ്ലാദമല്ലേ, ഒരു സന്തോഷമല്ലേ, അവര് പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമല്ലേ എന്ന് ഇങ്ങനെ സാധാരണ എൻ്റെ ചെറുപ്രായത്തിൽ
ഇവിടെയുള്ള മജ്‌ലിസ് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ശംസുൽ ഉലമ, കന്യത്തോർ, താജുൽ ഉലമ, ഇ.കെ. അസം മുസ്ലിയാർ, ഇങ്ങനെ കേരളത്തിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും അറിയപ്പെട്ട വടകര മമ്മദാജിനെ പോലോത്ത ജൗഖല്യ ഔലിയകളെ വലിയനെ പോലോത്ത ആലിമീങ്ങൾ അംഗീകരിക്കപ്പെട്ട മഹാന്മാരെ കൊണ്ട് ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി മുസ്ലിമീങ്ങളെ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥന നടത്തുക എന്നത്, ഒന്ന് വാദ ഉപദേശം ഇവിടെ പറയുക എന്നത് ഈ ജില്ലയിൽ ഉള്ളവർക്ക് മാത്രമല്ല, ഈ സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമല്ല, കേരള കർണാടക എന്ന് മാത്രമല്ല, ഇന്ത്യയിലുള്ള സർവർക്കും ഒരു സന്തോഷകരമായ വിഷയമാണ്. കേരളത്തിൽ പരിശോധിച്ചു നോക്കിയാലും ഇതര സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചു നോക്കിയാലും ഒരു മഖാം, ഒരു ദർഗ നമ്മൾക്ക് ഇതുപോലത്തത് കാണിക്കാൻ വളരെ പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ അത് ഇവിടേക്ക് സിയാറത്തിന് വന്നവർക്ക് അറിയാം. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും സിയാറത്തിന് വരാറുണ്ട്. അവർക്ക് കിടക്കാൻ വേണ്ടി പ്രത്യേക ലോഡ്ജ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എവിടെയും ഇവിടെ താമസിച്ചോളാം. സുബ്ഹാനല്ലാഹ്, ളുഹൂർ സമയത്ത് വന്നാൽ ആ ബർക്കത്താക്കപ്പെട്ട ആ ഭക്ഷണം എല്ലാവർക്കും ഭക്ഷിക്കാം. എവിടെ വേണമെങ്കിലും അവർക്ക് കുളിച്ചോളാം. എവിടെ വേണമെങ്കിലും ഹലാലിലേക്ക് പോയിക്കോളാം. എവിടെ വേണമെങ്കിലും അവർക്ക് ഇരുന്ന് ഉല്ലാസിച്ചോളാം. സദാസമയത്ത് പോയിട്ട് സിയാറത്ത് ചെയ്തോളാം. ഇങ്ങനെയുള്ള സൗലഭ്യം അധിക ആളും സിയാറത്തിന് പോകുന്നവരല്ലേ, വേറെ നാട്ടിൽ ഇത്തരക്കുള്ള സൗലഭ്യം കിട്ടുമെന്നൊരു പറയാൻ ഇല്ല. ചിലപ്പോൾ കുളിക്കണമെങ്കിൽ, ഹലാലിന് പോകണമെങ്കിൽ പ്രത്യേകം ലോഡ്ജ് ഉണ്ടാക്കേണ്ടി വരും. അത് ഒന്നുമില്ലാതെ ഇവിടെ വന്നവർക്ക് എല്ലാ നിരക്കും സൗലഭ്യം, എല്ലാ നിരക്കും സന്തോഷം. ആരും പണം പിടിച്ചു പറ്റുന്നവരില്ല, ആരും ചോദിക്കുന്നവരില്ല. എല്ലാ നിരക്കും ഉള്ള ആൾക്കാര് ഒരു മദത് വരുന്നവർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കുന്ന ഈ ദർഗന്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, അത് മാത്രമല്ല, ഖുതുബ് സമാനിന്റെ ഹദ്റത്തിൽ നടത്തപ്പെടുന്ന കോളേജ്, ഇങ്ങനെയുള്ളൊരു കോളേജ് വേറെ ഒരു ദർഗയിൽ നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്ര അറിയപ്പെട്ട ഇന്ത്യയിൽ ദർഗയുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ സിയാറത്ത് പോകുന്ന ദർഗകളുണ്ട്. എങ്കിലും ദീനി കേന്ദ്രമായ ഒരു ദർഗ അത് ചരിത്രത്തിൽ കർണാടകത്തിലും കേരളത്തിലും കാണിക്കാൻ സാധിക്കുകയെങ്കിൽ അത് നമ്മുടെ ഉള്ളാള മാത്രമാണ്. അല്ലാഹു തആല ഇവിടേക്ക് അതിന് ഒത്ത ആളെയാണ് കൊണ്ടുവന്നിട്ട് അല്ലാഹു തആല നിർത്തിയത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അബ്ബറല്ലാഹു മർക്കദ മഹാനവർകളാണ് ഇവിടെ ദീനി പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിപ്പെട്ടത്. ആ മഹാനാണ് കർണാടകയിലുള്ള ആലിമീങ്ങളെ വളർത്തിയെടുത്തത്. കർണാടകയിലും കേരളത്തിലുള്ള ആലിമീങ്ങളെ വളർത്തിയെടുത്തത്. എന്നിട്ട് ഇവിടെ കർണാടകയിലും മറ്റുള്ള എല്ലാ ചുറ്റുഭാഗത്തും ഈ ദീനി സുന്നത്ത് ജമാഅത്ത് ഇത്രയും വെളിച്ചത്തിൽ വന്നത് മഹാനായ താജുൽ ഉലമയുടെ ആ ഒരു കാരണമാണ്. അതിനൊക്കെല്ലാം കാരണം സയ്യിദ് മദനി ആണെങ്കിലും ഈ നാട്ടുകാരെ
ഭദ്രമായ ഒരു കമ്മിറ്റി, അതിലേക്ക് ഭദ്രമായ ഇബ്രാഹിം നാജി മുതൽ ഇന്ന് പ്രസിഡന്റ് ആയിരിക്കുന്ന അനീഫാജ അടക്കമുള്ള, അതേപോലെ ശേഷം അതിന്റെ കമ്മിറ്റി ഭാരവാഹികളെല്ലാം നല്ല രീതിയിൽ ഭദ്രമായി ചിന്തിച്ച് എപ്പോഴും ഇവിടെ ദീനീ സ്ഥാപനം നിലനിൽക്കണം, ഇതൊരു കേന്ദ്രം ആകണമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചവരാണ്. റഹ്മാനുർ റബ്ബ് ഇനി മുന്നേക്കും അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കലോടുകൂടി പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. ഞാൻ ദീർഘിപ്പിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഉസ്താദ്, നിങ്ങളെല്ലാം ഞാൻ അടക്കം ആ ഉസ്താദിന്റെ വാല് കേൾക്കാൻ വന്നവരാണ്. ഇപ്പോൾ അടുത്ത് തന്നെ എത്തും. ഒരു വിഷയത്തിലേക്ക് കടന്നാല് ആ കടന്നിട്ട് അത് പൂർത്തിയാവൂലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. ഉസ്താദ് എപ്പ വന്ന് അപ്പോൾ ഒഴിഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ ഒരു വിഷയത്തിനോട് ബന്ധപ്പെടുത്താതെ തന്നെ ചില വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിയാൽ എണ്ണിത്തീരുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു. അല്ലാഹു തആല പറയുന്നു, വൽ അർള വളഅഹാ ലിൽ അനാം. ഈ കാണുന്ന ഭൂമി, ഈ ഭൂമിനെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത് ലിൽ അനാം, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിനെ തന്നെ പടച്ചിട്ടുള്ളത്. വിശിഷ്യ ഭൂമിനെ ആനകൾക്ക് വേണ്ടിയിട്ടല്ല ഭൂമിനെ പഠിച്ചിട്ടുള്ളത്, സിംഹത്തിന് വേണ്ടിയിട്ടല്ല ഭൂമിനെ പഠിച്ചിട്ടുള്ളത്, ജിന്നുകൾക്ക് വേണ്ടിയിട്ടല്ല ഭൂമിനെ പഠിച്ചിട്ടുള്ളത്, മലക്കുകൾക്ക് വേണ്ടിയിട്ടല്ല ഭൂമിനെ പഠിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വൽ അർള വളഅഹാ ലിൽ അനാം. ഈ ഭൂമിനെ അല്ലാഹു തആല പടച്ചത് മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ മറ്റുള്ളത് എല്ലാം പടച്ചിട്ടുള്ളത് മനുഷ്യനിക്ക് വേണ്ടിയിട്ടാണ്. മലക്കുകളടക്കം അല്ലാഹു തആല പടച്ചത് അത് മനുഷ്യനിക്ക് വേണ്ടിയിട്ടാണ് പടച്ചിട്ടുള്ളത്. മലക്കുകളെ മനുഷ്യന് വേണ്ടി പടച്ചെന്ന് ചൊന്നെങ്കിൽ ഒരു ചെറിയൊരു സംഭവം. ഒരിക്കൽ ഒരു മഹാൻ, അയാൾ സഫർ പോകുന്ന ആളാണ്. സഫർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അയാൾക്ക് ചെറു കിട്ടില്ല. വലിയ മഹാനാണ്, എങ്ങ് പോണ്ടെന്ന് കൊന്നില്ല, ഏ ഭാഗത്തേക്ക് പോണെന്ന് കൊന്നില്ല. അങ്ങനെ ഒരു ഇന്നത്തനക്കത്തെ റോഡ് ആ കാലഘട്ടത്തിലില്ല, ഇന്നത്തനക്കത്തെ വാഹനങ്ങളില്ല, റോഡിലെല്ലാം കുടിവെള്ളത്തിനുള്ള സൗകര്യമില്ല. അങ്ങനെ ആ മനുഷ്യൻ, ആ മഹാമനുഷ്യൻ ഏതോ ഒരു മറുഭൂമിയിൽ ഇങ്ങനെ അകപ്പെട്ടു പോയി. അകപ്പെട്ടപ്പോൾ എങ്ങ് പൊട്ടുന്നില്ല. അപ്പോഴാണ് ഒരു നല്ലൊരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടേ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കുതിരയിലാണ് അയാൾ വന്നത്. എന്നിട്ട് ചെന്നു സലാമു ചെന്നിട്ടു. 10 കുതിരക്ക് 10 പേടിച്ച്. എന്നിട്ടും ഇയാൾക്ക് നിർവാഹമില്ലല്ലേ. അല്ല, എത്തിപ്പാട്ടന്റെ സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പാട്ട, നിങ്ങൾ കുതിരയിൽ ജയിക്കോറും ചെന്നു. ഇങ്ങനെ കുതിരയിൽ വെച്ച് കുതിര ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുന്ന വൈദൂരം ഓടിപ്പോന്നു. അങ്ങ് പോയപ്പോ അയാള് കേക്കിട്, ഈ കുതിരയിൽ വെച്ച ഈ മുസാഫിറിന്റെ കേക്കിട്, ഈ റായ നിനക്ക് പിടിയുണ്ടാ, ഈ റായത്ത് ഗുർത്തമുണ്ടാ. നോക്കൂ,
സുബ്ഹാനല്ലാഹ് ഹാദാ മദീനത്തു റസൂലില്ലാഹ്. ഈ മഹാനായ മുസാഫിർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ഏതോ റായത്തെ മനുഷ്യനാണ്, ഏതോ റായത്തേക്ക് ഇങ്ങനെ സഫർ പുറപ്പെട്ട ആളാണ്. ഈ മധ്യത്തിൽ യാത്രയിൽ റോഡ് സ്കൊട്ടില്ലാതെ തെറു തപ്പയപ്പോൾ ആരോ പരിചയമില്ലാത്ത ഒരു യുവാവ് കുതിര കൊണ്ടുവന്നിട്ട് കുതിരന്റെ മേലിൽ ദൈപ്പാട്ടിട്ട് അവിടെ കൊണ്ടുപോയി. നോക്കുമ്പോ കാണുന്ന മദീന അള്ളാഹുവിന്റെ അല്ലേ? അതേ മോൻ, നിക്ക് ഈ റായത്ത് ദയിക്കാമ? ഓ ദയിക്ക, ഞാൻ ഇവിടെ അൽഹംദുലില്ലാ. എത്ര ഉള്ള റായ, അത്ര മുട്ട പന്തി, എത്ര ഞാൻ ഇവിടെ ദയിക്കട്ടെ. വലിയ സന്തോഷമായി. അപ്പൊ നിങ്ങ ആറ്? ഈ മുസാഫിർ അയാൾ കേട്ട്, കുതിരന്റെ ആളിൽ കേട്ട് നിങ്ങ ആറ്? ജന്തു മുസാഫിർ, നിങ്ങ അള്ളാഹുവിന്റെ റൗളന്റെ മുട്ട പോയിട്ട് ചെല്ലണോ? റിദ്വാനു ഖാസിനിൽ ജന്ന യുക്രിക അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖാന ജല്ല ജലാലു. റിദ്വാനു ഖാസിനുൽ ജന്ന, സ്വർഗ്ഗം കാക്കുന്ന റിദ്വാൻ എന്ന മലക്ക് നബിയെ നിങ്ങൾക്ക് സലാം ചൊല്ലിട്ടുണ്ട് എന്ന് നിങ്ങൾ ചൊല്ലോറു നബിക്ക്. മുസാഫിറിനെ കൂട്ടിക്കൊണ്ടുപോയ ആര് കൊണ്ടായിത്ത? സ്വർഗത്തിനെ കാക്കുന്ന മലക്ക് ഖാസിനുൽ ജന്നനായ റിദ്വാൻ എന്ന മലക്ക് ഒരു മുസാഫിർക്ക്, സ്വാലിഹായ മനുഷ്യനായ ഒരു മുസാഫിർക്ക് തെറ്റിയപ്പോൾ വന്ന് മദീനയിലേക്ക് എത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൽ അർള വളഅഹാ ലിൽ അനാം, ഈ ഭൂമിനെ പടച്ചത് അല്ലാഹു തആല മനുഷ്യനിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനക്ക് വേണ്ടിയിട്ടല്ല. വേറെ ഇവിടെ എല്ലാം പടച്ചത് മനുഷ്യനിക്ക് വേണ്ടിയിട്ടാണ്. മലക്കുകളെ പഠിച്ചതും മനുഷ്യനിക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ളെ പഠിച്ചതും അതിനിക്ക് തന്നെയാണ്. മൃഗങ്ങളെ പഠിച്ചതും അതിനിക്ക് തന്നെയാണ്. എല്ലാം പഠിച്ചത് മനുഷ്യനിക്ക് വേണ്ടിട്ടെന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനോട് അല്ലാഹു കേക്കിട് ചൊല്ലു, വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സാ. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ എണ്ണി നോക്കിയെങ്കിൽ അതിന് കണക്കാക്കണമെങ്കിൽ തീർന്നാന്ന് ഒന്ന് ചെന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞു. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന രാജാവിനെ നിങ്ങൾക്ക് കേട്ടാറാ? ഞങ്ങളെ ഈ പള്ളിന്റെ പ്രസിഡന്റായ അനീഫാജിക്ക്, അതിന്റെ മുമ്പുള്ള പ്രസിഡന്റുമാർക്ക്, പ്രായ്നാജി വരെ അതിന്റെ മുമ്പുള്ള പ്രസിഡന്റുമാർക്ക്, ഇവിടെയുള്ള പ്രിൻസിപ്പാൾമാർക്ക് എത്ര ബഹുമാനമുണ്ട്, എത്ര സ്ഥാനമുണ്ട്. ചെറിയൊരു മഹല്ലത്ത് ചെറിയ റായത്തെ പ്രസിഡന്റ് ആക്കുമ്പോൾ എങ്കിൽ ഹാറൂൻ റഷീദ് ആറ്? ഇന്ത്യ പോലത്തെ ഒരു റായത്തെ പ്രസിഡന്റ് അല്ല, പാകിസ്ഥാൻ പോലത്തെ ഒരു റായത്തെ പ്രസിഡന്റ് അല്ല, ബാംഗ്ലാദേശ് എന്ന് പറയുന്ന റായത്തെ പ്രസിഡന്റ് അല്ല, പിന്നെ അറബ് കൺട്രി മുഴുവനും, സൗദി അറേബ്യയും പെട്ട്, ഈജിപ്തും പെട്ട്, ഇറാഖും പെട്ട്, സിറിയയും ഉൾപ്പെട്ട്, അതേപോലെ തന്നെ ഫലസ്തീനും മറ്റുള്ള ഏതെല്ലാം അറബി കൺട്രി ഉണ്ടോ അത് എല്ലാം ഉൾപ്പെട്ട വിശാലമായ ഒരു റായത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഹാറൂൻ റഷീദ്. ആ ഹാറൂൻ റഷീദിന്റെ മുട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സമ്മാഖ് ഒരിക്ക അയാളെ മുട്ട പോയിട്ട് അങ്ങനെ മുട്ട കുറുസിൽ തെച്ചിട്ട് തെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് തന്റെ പട്ടാളത്തോട് കേക്കിട്, നക്കൊരു ഗ്ലാസ് തണ്ണി കുടിക്കൊണു കൊണ്ടുപറോ.
കുടിക്കണക്ക് ഒരു ഗ്ലാസ് തണ്ണി കൊണ്ടുവരൂ എന്ന് ഹാറൂൻ റഷീദ് പട്ടാളത്തിനോട് ചെന്നപ്പോൾ പട്ടാളം നല്ലൊരു ഗ്ലാസ് തണ്ണി വന്നിട്ട് കൊടുത്തു. ആ തണ്ണിനെ ഇങ്ങനെ കുടിക്കാൻ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദിന്റെ കൈ പിടിച്ച് കേട്ട് തണ്ണിയുടെ ആനം ഒരു ഗ്ലാസ് തണ്ണിന്റെ സ്ഥാനം നിങ്ങൾക്ക് കേട്ടു. രാജാവും ഇന്ദ്രികേക്കിടെ അതിന്റെ ബഹുമാനോ എന്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലറു. അപ്പൊ വെക്കോറാടെ പിന്നെ വെക്കോറോ വെച്ചിട്ട് ആരിൽ ചൊല്ലു വെച്ചിട്ടാകുമ്പോ കേട്ടിട്ട് അല്ല രാജാവേ, ഒന്നിക്കലിലെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ എവിടെങ്കിലും യാത്ര പോയിട്ട് ആ പോയപ്പോ നിങ്ങള് കയ്യിലുള്ള തണ്ണി എല്ലാം തീർത്ത് പട്ടാളത്തിന്റെ കയ്യിലുള്ള വെള്ളവും തീർന്നു പോയി. അങ്ങനെ ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ ഒരു കിണറിൽ വെള്ളമില്ല. വലിയൊരു മൈതാനിൽ നിങ്ങൾ അകപ്പെട്ട് എന്ന് വിചാരിക്കുക. എവിടെ നോക്കുമ്പോൾ അവിടെ വെള്ളമില്ല. നിങ്ങൾക്ക് ദാഹം വന്നുപോയി, നിങ്ങൾക്ക് വല്ലാത്ത അവസ്ഥ ക്ഷീണമായി പോയി, നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല, പോകാൻ കഴിയുന്നില്ല, കാരണം ദാഹിക്കുന്നുണ്ട്. തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരാനും സാധിക്കുന്നില്ല, ദാഹിച്ച് വിശക്കുന്നുണ്ട്. ബേജാറായി ആ മൈതാനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊട്ടാരത്തിൽ തന്നെ നിങ്ങൾ എന്താക്കി, ഒരു രക്ഷയില്ലല്ലോ, ഈ സ്ഥലത്ത് ഇന്ന് എനിക്ക് ഒരു മുറുക്ക് വെള്ളം കിട്ടില്ല എന്ന് കണ്ടുകൾ ഞാൻ മരിക്കുക തന്നെയല്ലാതെ എന്റെ പട്ടാളയും മരിക്കുക തന്നെയല്ലാതെ വേറെ ഒരു രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാറ്. അങ്ങനെ നിങ്ങൾ ഒരു മൂലയിൽ പോയിട്ട് കിടന്നാറ്. ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് തീരില്ല, നടക്കണക്ക് തീരില്ല, ദഹിക്കണക്ക് തീരില്ല. താകായിട്ട് കടന്നിട്ട് ഒരു അമലായിട്ട് നീ വർക്ക് പോലെ മരിക്കണക്ക് കിടന്നിട്ട് നിങ്ങൾ ഇനി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകണമെങ്കില്ല, എന്റെ പെഞ്ഞായിനെ കാണുകില്ല, എന്റെ മക്കളെ കാണുകില്ല, എന്റെ കൊട്ടാരെ കാണുകില്ല, ഞാൻ എനിക്ക് കാണാൻ പോലെ കബ്രാണെന്നും വിചാരിച്ചു നിങ്ങൾ എന്താക്കിയാറ് കിടന്ന് ഉറങ്ങിയതാണ്. ഒരു ഗ്ലാസ് തണ്ണി കൊണ്ടിട്ട് കുടിക്കും. നിങ്ങൾക്ക് സന്തോഷമാവാലും സന്തോഷാവും. ആ തണ്ണി നിങ്ങൾ കേക്കുവാറായില്ലേ? കേക്കുക, രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ കേക്കുക. എന്നിട്ട് നിങ്ങൾ കുടിക്കുക. കേട്ടിട്ട് ഈ മുഹമ്മദ് ഇബ്നു സമ്മാഖ് വലിയ സാഹിദാണ്, വലിയ പണ്ഡിതനാണ്, മഹാനാണ്. അയാൾ കേട്ടിട്ട് ആ മനുഷ്യൻ കേട്ട് ഈ തണ്ണി തരണമെങ്കിൽ നിങ്ങൾ എത്ര വലിയ റായത്തിന്റെ പ്രസിഡന്റ്, രാജാവ്, ഈജിപ്തിന്റെ പ്രസിഡന്റ് നിങ്ങൾ തന്നെ, ഇറാഖിന്റെ പ്രസിഡന്റും നിങ്ങൾ തന്നെ, സൗദിയുടെ പ്രസിഡന്റും നിങ്ങൾ തന്നെ, പലസ്തീന്റെ പ്രസിഡന്റും നിങ്ങൾ തന്നെ. ഇങ്ങനെ അറബ് രാഷ്ട്രം എവിടെയല്ല, യമനാവട്ടോ അല്ല ഏതാവട്ടെ, എല്ലാ റായത്തിന്റെ പ്രസിഡന്റ് നിങ്ങൾ തന്നല്ലേ. എങ്കിൽ ഈ ഗ്ലാസ് തണ്ണി തരണമെങ്കിൽ പകുതി റായത്തെ അധികാരം അക്ക് തറന്നു തന്നെങ്കിൽ മാത്രം ഈ തണ്ണി തറുക, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചിട്ട് പോകും. ചെന്നെങ്കിൽ നിങ്ങൾ എന്താക്കുവാരും കിട്ടും. പകുതി റായത്തിന്റെ ഒരു സൗദിന്റെ അധികാരം നക്ക് തറണോ അല്ലെ ഇറാഖിന്റെ അധികാരം നക്ക് തറന്നു കേട്ടെങ്കിൽ കുട്ടു കൊടുക്കുവാരെ കൊടുക്കലേ എന്ന് മുഹമ്മദ് ഇബ്നു സമ്മാഖ് ആരിൽ കേട്ട് ഹാറൂൻ റഷീദിനെ കേൾക്കുമ്പോ ഹാറൂൻ റഷീദ് ചൊല്ലു കൊടുക്കുക, എന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പകുതി ഞാൻ വിട്ടു. ഒരു ഗ്ലാസിന്റെ തണ്ണിന്റെ പവർ കൊന്തായ, ഒരു ഗ്ലാസ് തണ്ണിന്റെ പവർ കൊന്തായ. എന്നിട്ട് മുഹമ്മദ് ഇബ്നു സമ്മാഖ് പിന്നെ കേക്കട തണ്ണി കുടിക്കാറ്.
തണ്ണി കുടിച്ച് കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് മൂത്രം വന്നു. അങ്ങനെ മൂത്രം ബീത്തൊണുകൂ നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം വീട്ട് നോക്കുമ്പോക്കൂ മൂത്രം പണ്ടില്ല. മുമ്പേ വേദന അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ പെടക്കാൻ തുടങ്ങി. മൂത്രത്തിൽ കല്ലാവണം. മനുഷ്യന്റെ അവസ്ഥ അറിയണമെങ്കിൽ ഗർഭിണിയായ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് മൂത്രത്തിൽ കല്യായി വേദന അനുഭവിക്കുമ്പോൾ അവരിൽ കേൾക്കണോ പ്രസവ വേദനയാണോ സ്ട്രോങ് അല്ല മൂത്രത്തിൽ കല്യായെങ്കിലാണോ സ്ട്രോങ് എന്ന് കേട്ടെങ്കിൽ അപ്പ അവർ ചൊല്ലാറു എത്ര വേണമെങ്കിൽ പെറ്റ മൂത്രത്തിൽ കല്യാവണു അന്ത് പൺ സൊറാവല ചതിക്കൊണു തീർല. പ്രസവ വേദന ഇത്ര സ്ട്രോങ് ഇല്ല എന്നിട്ട് ആര് ചൊല്ലാറ്? പെണ്ണുങ്ങൾ ചൊല്ലാറ്. അത്രയും ശുദ്ധത്താണ്. മൂത്രം ഒന്ന് കെട്ടിട്ട് അത് പോയില്ലെങ്കിൽ അപ്പൊ ഈ സമ്മാക്ക് കേക്കിടെ രാജാവിന്റെ നിങ്ങളെ മൂത്രം പോണ്ടില്ല. ഡോക്ടർമാർ വന്നാറ് തണ്ണി കുടിക്കാറും ചെന്നാറ് തണ്ണി കുടിച്ചാറ്. ഡോക്ടർ വന്ന് തണ്ണി കുടിക്കൊരു മൂത്രം പോകും. തണ്ണി കുടിച്ച് വേറെ വലിയായിട്ട് വേറെ പൊട്ടും പോലായിട്ട് മൂത്രം പോണ്ടില്ല. തണ്ണി കുടിക്കും പരിസമരം തുടങ്ങി. എവിടൊക്കെ കുടിക്കറേ ഇങ്ങ പെടച്ചോണ്ടുള്ളാറ്. ഡോക്ടർമാരെല്ലാം മരുന്ന് തന്നാറ്. മൂത്രം പോണ്ടില്ല. ഇനി രക്ഷയില്ല, ഇനി മരിക്കടന്നെ. അപ്പോഴാണ് പരിചയമില്ലാത്ത ഗുപ്തമില്ലാത്ത ഒരാള് വന്നിട്ട് ഒരു ഗുളിക ഒരു മാത്ര കൊണ്ട് കാട്ട്. ഓ രാജാവേ, നിങ്ങളെ മൂത്രം ഈ ഒരു മാത്ര ഗുളിക കഴിച്ചെങ്കിൽ ഇപ്പൊ പോയില്ല എന്ന് കണ്ടാൽ കൗത്തറത്തിൽ കൊല്ലി. അങ്ങനത്തെ ഒരു ഗുളികയാണ്. നിങ്ങൾ എല്ലാ വിഷമം തീർന്നു പോകും. ഈ ഗുളിക നിങ്ങൾക്ക് വേണമെന്ന് ഇട്ടു. അപ്പൊ എന്ത് ചൊല്ലുവാറ്? നിങ്ങൾ ഇട്ടു വേണു എന്ന് പറയും. അപ്പൊ വേണു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഈ ഗുളിക തരണമെങ്കിൽ ഈ മാത്ര തരണമെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നിങ്ങൾ ഈ രാജാവെന്ന പട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നിങ്ങൾ കൂടെ ഇഷ്ടം പോലെ ജീവിച്ചോളാം, സൗകര്യത്തിൽ ജീവിച്ചോളാം, ഒരു തടസ്സമില്ലാതെ. പക്ഷേ ആ രാജാവ് സ്ഥാനം, ഇത്ര വലിയ നാടിന്റെ രാജസ്ഥാനം എന്നെ ഏൽപ്പിച്ചാൽ മാത്രമേ ഈ ഗുളിക നിങ്ങൾക്ക് തരൂ എന്ന് ആ മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആ സന്ദർഭത്തിൽ രാജസ്ഥാനം വേണം അല്ല എല്ലാം വിട്ടുകൊടുക്കുക. അപ്പോഴാണ് സമ്മാക്ക് കേക്കിടെ ഇപ്പൊ നിങ്ങൾക്ക് അല്ല ചെയ്ത നിയമത്ത് നിങ്ങൾക്ക് കുടിക്കൊണുക എത്ര ധാരോ കണ്ണിയുണ്ട്. നിങ്ങളെ ഭരണത്തിന് വിട്ടു കണ്ട റാഹത്തിലെ മൂത്രം പോണ്ടു, റാഹത്തിലെ കാഷ്ടം പോണ്ടു, റാഹത്തിലെ ഉറക്ക് വേണ്ട, റാഹത്തില് നിങ്ങളെ കണ്ണ് കാണ്ട്, റാഹത്തില് നിങ്ങൾ നടക്കിടാറ്, റാഹത്തില് നിങ്ങൾ തിന്നറാറ്, റാഹത്തില് മുണ്ടറാറ്. എത്ര ഗുണമാണ് അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തത്. എങ്കിലെല്ലാം ചെയ്തത് മയ്യ ഞാൻ കേക്കിടെ. അപ്പൊ മൂത്രത്തിൽ കല്ലായിട്ട് മൂത്രം ബാക്കിയാക്കി ഞാൻ ചെന്നല്ലേ. ഞങ്ങൾ എല്ലാരും ഇപ്പൊ കക്കൂസിലേക്ക് പോകണ്ടില്ലേ? മൂത്രം ബീത്തിട്ട് കക്കൂസിക്ക് പോകുമ്പോ ഒരു ദിക്റുണ്ടു, ഭർത്തക്ക് വരുമ്പോ ഗുഫ്റാനകൽ ഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്തോ മൂത്രം കെട്ടിങ്കൊള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയില്ലേ? ആറും റഷീ ചെന്നില്ലേ? ഈ ഭരണം തന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ ചെന്നില്ലേ? അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയിട്ട് കക്കൂസ് പുറത്തൊക്കെ വരുമ്പോക്കോ നിങ്ങളിൽ ഞാൻ കേക്കിട, ഞാൻ അടക്കമുള്ള ഞങ്ങൾ എന്ത് ഖുർആനൊക്കെ ചെന്നരേ? ഖുർആനൊക്കെ പടച്ചവനെ നിന്നോട് ഞാൻ മാപ്പ് കേക്കിട. അൽഹംദുലില്ലാഹ് അദ്ഹബ അന്നിൽ അദാ കടങ്കേറൊന്നും നീ ഇല്ലാതാക്കിയ കെട്ടിനും കടങ്കേറാവല്ല. ഞാൻ
വഅഫാനി എനിക്ക് നീ ആഫിയത്താക്കിയ മൂത്രം പോയിട്ടാൻ വെക്കൂ. എത്ര ആള് ചൊല്ലാറ് പുറത്തേക്ക് ഇനി ചെന്നെങ്ങനെ വായിൽ എന്നല്ലാണ്ട് ആ മനസ്സറിഞ്ഞിട്ടാര് ചൊല്ലാറാ? മനസ്സറിഞ്ഞിട്ട് ചൊല്ലെങ്കിൽ ഒരു ഉദാഹരണം ചെന്നിട്ട് ഉസ്താദ് ബങ്ക്ന്ന് കാണേണ്ടത് അപ്പൊ ഗാമ്പക്കു ഈ പാട്ടാണ് ഗാവും. മനസ്സറിഞ്ഞിട്ട് ചൊല്ലേന്ന് ചെന്നെങ്കിൽ എന്തരേ നിങ്ങൾ നോക്കറോ, നിങ്ങ ഒരു ബൈക്കിൽ പോണ്ടാറ്, എതിരിൽ പിന്നടുത്ത ബൈക്കിൽ പോണ്ട, രണ്ടാള് ബൈക്കിൽ പോണ്ടേ. ഒന്നാം പരിചയമുള്ളോ പരിചയം ഇല്ലാത്തോ ആര് ഫാസ്റ്റ് പോണ്ടാറ് ബൈക്കില്. ആ ബൈക്കിൽ ഫാസ്റ്റിൽ രണ്ടാള് പോകുമ്പോ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റിന്റെ ഇല്ല, ഒരു സെക്കൻഡിന്റെ വ്യത്യാസമുള്ളോ. നിങ്ങൾ നേരെ പിന്നിലുള്ളവർ അത് മുന്നിൽ പോണ്ടേ. പോകളോട് കൂടി കാറ്റ് ബണ്ട്, ആ കാറ്റിക്ക് ഒരു മരം വീണ്ടു. മരം എതിരിലെ ബൈക്കിന്റെ മേളിലേക്ക് അവന്റെ തലക്ക് വീണിട്ടു. ബൈക്കും കണ്ടായിട്ട് പോയിട്ട് അവന്റെ തലയും കണ്ടായി പോയിട്ട് മരിച്ച. നീ എങ്ങനെയുള്ള ഇങ്ങനെ തട്ടും പോലുള്ള അതിന്റെ മദ്യത്തെ ചക്രത്തേക്ക് തട്ടിറ ഒട്ടിക്കന്നെ പോട്ടെ. നിങ്ങ എതിർത്തോ മരിച്ചുപോയ മരം മിനിറ്റ് ഒരു സെക്കൻഡിന് നീ രക്ഷപ്പെട്ട. അപ്പൊ എന്ത് ഞങ്ങൾ എന്ത് ചൊല്ലോ? അൽഹംദുലില്ലാ. എന്ത് അൽഹംദുലില്ലാറ്റിക്കത് ഓടുന്ന പണ്ട് അൽഹംദുലില്ലത് മനസ്സിന്റെ ഉള്ളുന്ന പണ്ട്. അപ്പ അല്ല എന്നെ രക്ഷപ്പെടുത്തില്ല. ഒരു സെക്കൻഡ്, ഞാൻ ഒരു സെക്കൻഡ് മുന്നേ പോയില്ലെങ്കിൽ ഞാൻ മരിക്കെട്ടിയ സെക്കൻഡില്ല. ആ സെക്കൻഡിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇത്ര മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ ചൊല്ലുവാറ് അല്ലല്ലേ? എങ്കില് അതേപോലല്ലേ കക്കൂസ് ഇത്ര കെട്ടിനെങ്കില് എത്ര ബേജാറാവട്ടെ. അവിടുത്തെ ആശുപത്രി കൂടണ്ടേ? ആ ആക്സിഡന്റായിട്ട് മരിച്ചപ്പോൾ നീ രക്ഷപ്പെടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ഏതുപോലെയാണോ നീ പറയുന്നത്, അതുപോലെ തന്നെയാണ് നീ മനസ്സറിഞ്ഞിട്ട് കക്കൂസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഗുഫ്റാനകൽ ഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് മനസ്സറിഞ്ഞിട്ട് നീ ചെല്ലടോ മോനെ. അല്ലെങ്കിൽ ഞമ്മ നിസ്കാരത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സുബ്ഹാനല്ലാഹ് ചൊല്ല, അല്ലാഹു അക്ബർ ചൊല്ല, അൽഹംദുലില്ലാ ചൊല്ല. എങ്ങനെയാണ് ചൊല്ലേ എന്ന് നമുക്ക് പിടിയുണ്ടാ? സുബ്ഹാനല്ലാഹിന്റെ ഹാ ഇല്ല, സുബ്ഹാനന്റെ പല അക്ഷരങ്ങൾ ഞങ്ങൾ വിട്ടുപോണ്ട. അല്ലാ എന്ന് ചൊല്ലെ ലാസ്റ്റത്തെ അലിഫും ലാസ്റ്റത്തെ ഹാവും വിട്ടുപോണ്ട. സുബ്ഹാനല്ലാഹ് 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 എന്ന് മാത്രം ചൊല്ലു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ആന നീട്ടണോ അവിടെ ഒരു ഹാവ് പറഞ്ഞു. കൂഫയിൽ ചൊല്ലോ. ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ആ ലാന നീട്ടുന്ന അലിഫും ആവും വന്നിട്ടില്ലെങ്കിൽ, അതവൻ കറക്റ്റ് മുന്നിട്ട് ചെന്നിട്ടില്ലെങ്കിൽ അവൻ ഇസ്ലാം സാധൂകരിക്കുന്നതല്ല. ഷഹാദത്ത് കലിമയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഒരു അക്ഷരം പൂർത്തിയായിട്ടില്ലെങ്കിൽ അവന്റെ ഷഹാദത്ത് കലിമ സഹി അല്ല, അവൻ മുസ്ലിം അല്ല എന്ന് ചൊല്ലും. ഞങ്ങൾ നിസ്കരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ ചൊല്ലേ? സുബ്ഹാനല്ലാഹ് 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നല്ലേ ചൊല്ലേ? കേരളി എങ്ങനെ പോണ്ടു? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അതിനെ കറക്റ്റ് മൂഞ്ഞിട്ടാറ് ചൊല്ലാറാ? ഞാൻ ചെന്നല്ലേ രണ്ടാള് ബൈക്കിൽ പോകുമ്പോൾ ആദ്യത്തെ മരണപ്പെട്ടാൽ പിന്നിലുള്ള അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞത് പറഞ്ഞതുപോലെ നിസ്കരിച്ചതിന്റെ ശേഷം ചെല്ലുന്ന ആ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് 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 അല്ലാഹു അക്ബർ എന്നിങ്ങനെ കറക്റ്റ് മൂഞ്ഞിട്ട് ചെന്നാൽ മാത്രമേ അതിനിക്ക് പ്രതിഫലമുള്ള. എല്ലാത്തിനും അതാത് കർമ്മത്തിൽ ചെന്നെങ്കിൽ മാത്രം പ്രതിഫലമുള്ള. നമുക്ക് കറക്റ്റ് നാവ് തന്നിറ, ക്കുള്ള എല്ലാ അവസ്ഥയും ചെന്ന് തന്നിറ. എല്ലാം അള്ളാഹു ചെയ്ത നിയമത്ത്. ആ നിയമത്തിനുള്ള ശുക്ർ ചെയ്യേണ്ട കർമ്മപ്രകാരം ചെയ്യണം.
കണ്ണുകൊണ്ടുള്ളത് ശുക്ർ, ഹറാമിലേക്ക് നോക്കാതിരിക്കുക. അല്ലാഹു ഹലാലാക്കിയ സുന്നത്താക്കിയ കാര്യത്തിലേക്ക് നോക്കുക. കൈ കൊണ്ടിട്ടുള്ള ശുക്ർ, ഹറാമ് ചെയ്യാതിരിക്കുക. അല്ലാഹു ഹലാലാക്കിയ ഈ ഒരു വാരത്തില് അക്ക് ഒരാൾ കിട്ടിട്ട് അയാളെന്തെങ്കിലും ഒരു ബേജാറ് ചൊന്നിട്ടു. അതെ, ഞാൻ തിങ്കളിലും അജിമർ പോയിക്കൊണ്ടിരുന്ന എല്ലാ തിങ്കളിലും അജിമർ. പിന്നെ നക്ക് സ്വറന്നെ സിയാറത്തേക്ക് പോകണ്ട, മടവൂരിലേക്കും മുത്തുപേട്ടേക്കും അജ്മീർക്കും സിയാറത്തിന് പോയിക്കൊണ്ടേ ഇക്കടെ ഉള്ള ആൾക്കൊല്ല സലാത്തുക്ക് മജ്‌ലിസിൽ ഞാൻ പോയിക്കൊണ്ടുള്ള ഉണ്ടായിരുന്നു. ഇപ്പൊ ഭാര്യ ബേജാറ് എന്ത്, എന്റെ ഉമ്മക്ക് സൗഖ്യമില്ലാതായിട്ട് കിടത്തത്തിലായിട്ട് നക്ക് അജ്മീർക്ക് പോണുകുമില്ല, മുത്തുപേട്ടക്ക് പോണുകുമില്ല. 5-6 തിങ്കളായിട്ട് ആണ് ഇവിടെ ബാക്കി. അജ്മീർക്ക് എവിടേക്കും പോണുകില്ല, ഞാനിവിടെ ബാക്കിന്ന്. എന്ത് ഉമ്മ കിടത്തത്തിലായിട്ട് പുട്ടു പോണു കൊന്നില്ല എന്ന് വല്ലാത്ത ബേജാറ് ചെന്ന്. എനിക്ക് വല്ലാത്ത ബേജാറായിപ്പോയി. ഞാൻ ഒരു സംഭവം പറഞ്ഞ് നിർത്തിയ ഉസ്താദ് ബന്ത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, അല്ലാഹ്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, ചങ്ങായിമാർ നക്ക് ഈ ദുനിയാവിലുള്ളാറ്, എന്റെ ഒറ്റയ്ക്കുള്ളാറ്. എങ്കില് നാളെ സ്വർഗത്തിലേക്ക് കടന്നെങ്കിൽ എന്റെ ചങ്ങായി ആരു? അല്ലാഹ്, സ്വർഗത്തിലേക്ക് കടന്നാൽ എന്റെ ചങ്ങായി ആര് എന്ന് ആര് കേട്ടത്? മൂസാ നബി അലൈഹിസ്സലാം അള്ളാന്റെ കേട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചങ്ങായിമാരുണ്ട്, സിദ്ദീഖുൽ അക്ബർ, അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബീ താലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന് സ്വഹാബിമാരുള്ള ഒരുപാട് അടുത്ത മുഖർറബീങ്ങളുള്ളാറ്, ചങ്ങായിമാരുള്ളാറ്. അല്ലാഹുവിന്റെ മൂസാ നബി അലൈഹിസ്സലാം കേക്കട്, അല്ലാ, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നാൽ എന്റെ മുട്ട എന്റെ ചങ്ങായി ആയിട്ടാരാണ് ഉള്ളത് എന്ന് കേട്ടപ്പോൾ അല്ലാഹു തആല ചൊല്ലു, ഓ മൂസാ, സ്വർഗത്തിലുള്ള ചങ്ങായി ആരെന്നറിയുമോ? ഇന്നൊരു നാട്ടിലെ ഇന്നൊരു വസ്തുള്ള, ഇന്ന പേരുള്ള ഇറച്ചി കച്ചവടാക്കുന്ന, മാംസ കച്ചവടാക്കുന്ന, മാംസത്തിന്റെ കട നടത്തുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ചങ്ങായി സ്വർഗത്തിൽ കേട്ടോ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചിന്തിച്ചു പോയി, എന്റെ സ്വർഗത്തിലുള്ള ചങ്ങായിനെ ഈ ദുനിയാവിലൊന്ന് കാണാതാവൂലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിട്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അതാ യാത്ര പുറപ്പെടുന്നു. ആര്? സ്വർഗത്തിന്റെ ചങ്ങായിനെ കാണാൻ വേണ്ടി. അങ്ങനെ പോയിട്ട് വളരെ ദൂരമുള്ള ഒരു നാടാണ്. ആ നാട്ടിലേക്ക് പോയി കൊണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഒരു ടവണാണ്. ആ ടവണിൽ ചോദിക്കുന്നു, ഇന്ന പേരുള്ള മാംസ കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ടോ? അപ്പോൾ ആ ടവണിലുള്ളവരെ കാണിച്ചു കൊടുക്കുന്നു, ഏതോ അങ്ങകലയിൽ ഒരു മാംസ കച്ചവടം ചെയ്യുന്ന ഒരു ആളുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ മാംസ കച്ചവടം ചെയ്യുന്ന അവന്റെ അരികയിലേക്ക് പോയി അവിടെ ഇരുന്ന് എന്നിട്ട് ചോദിക്കുന്നു, ഓ മനുഷ്യ, നിങ്ങൾ
എന്നാൽ ഞാനൊരു മുസാഫിറാണ്, വളരെ ദൂരെ നിന്ന് വന്നതാണ്, എനിക്ക് ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇന്ന് എന്നൊരു ഇതുകൊണ്ടിട്ട് ഒരു വിരുന്നുകാരനായിട്ട് നിങ്ങൾ സ്വീകരിക്കണേ മനുഷ്യ. ബഹുമാനപ്പെട്ട വാളിന്റെ ഉസ്താദ് വന്നെത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് സാക്കിർ ബാക്കവി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് അപ്പുറം പോലെ ചരിത്രം പറഞ്ഞു നിർത്തുന്നു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ആ മാംസ കച്ചവടം ചെയ്യുന്ന ആളോട് പറഞ്ഞു, ഞാന് ഇന്ന് നിങ്ങളുടെ അരികിൽ താമസിക്കുന്നു, ഒരു വിരുന്നുകാരനായിട്ട് ഞാൻ താമസിക്കുന്നു. അപ്പോൾ അയാൾ ഓക്കെ എന്ന് പറഞ്ഞു, എനിക്ക് ക്ഷീണമുണ്ട്, അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ മാംസമെല്ലാം വിറ്റതിന് ശേഷം ഒന്നിച്ച് വീട്ടിൽ പോകാം, അവിടെ നിങ്ങൾക്ക് കുളിക്കാം, കിടക്കാം, എല്ലാ സൗകര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാംസം എല്ലാം വിൽക്കുന്ന സന്ദർഭത്തിൽ അതിൽ നല്ലൊരു മാംസ കഷ്ണം മുറിച്ചെടുത്ത് സഞ്ചിയിലായി എടുത്തു വെച്ച്, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം വിറ്റ് തീർത്ത് അങ്ങനെ ഒരു 2 ആളും മൂസാ നബി അലൈഹി സ്വലാമും ആ മാംസ കച്ചവടം ചെയ്യുന്ന ആളും വീട്ടിലേക്ക് നടന്നുപോയി. വീട്ടിലേക്ക് നടന്നു പോയപ്പോൾ ഈ നല്ലൊരു മാംസ കഷ്ണം കൊണ്ടുപോയിട്ടില്ലേ, അതിനവിടെ എടുത്തു വെച്ച് ആ മനുഷ്യൻ ഒരു റൂമിലേക്ക് വാതിൽ തുറന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് ഒരു ആണുങ്ങൾ കിടന്നിട്ടുണ്ട്, അയാൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, ശരിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. മറുഭാഗത്ത് ഒരു പെണ്ണുങ്ങൾ കിടന്നിട്ടുണ്ട്, ആ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, ശരിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, അങ്ങേയറ്റം പ്രായമായവരാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ആണിനെ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോയി കുളി റൂമിലേക്ക് കൊണ്ടുപോയി നല്ല വൃത്തിയായി കുളിപ്പിച്ചോ, നല്ല വസ്ത്രം ധരിച്ചോ, എന്നിട്ടോ നല്ല വിരിപ്പ് വിരിച്ച് ഏറ്റിക്കൊണ്ടുവന്നവിടെ കിടത്തി. അതേപോലെ നെക്സ്റ്റ് ആ പെണ്ണുങ്ങളെയും ഉയർത്തി കൊണ്ടുപോയി കുളി റൂമില് നല്ല വൃത്തിയായി കുളിപ്പിച്ച് കൊണ്ടുവന്ന് നല്ല വൃത്തിയോടുകൂടി കിടത്തി. എന്നിട്ട് കൊണ്ടുവന്ന മാംസം അതിനെ വേവിച്ചിട്ടോ, എന്നിട്ട് എന്താക്കി അറിയോ, കൊണ്ടുവന്ന ആ അവരടുത്ത് കൊണ്ടുവന്നിട്ട് വായിലിട്ട് ചവച്ചിട്ട് അത് നല്ല പൊടിയായതിന്റെ ശേഷം എടുത്തിട്ട് ഈ ബേസന്റെ വായിലേക്ക് ഇടുന്നു. ആ ബേസായ പെണ്ണുങ്ങളെ വായിലേക്ക് മുടുന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം എന്ന് ആ മാംസ കച്ചവടം ചെയ്യുന്നവനക്ക് അറിയല. ഈ മൂസാ നബി അലൈഹിസ്സലാം കേട്ട്, ഇതാരാണ്? അത് അബി, ഇതാരാണ്? ഇത് ഉമ്മയാണ്, എത്രയോ കൊല്ലമായ ഒരു കിടത്തത്തിലാണ്, കാരണം അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്, അവർക്ക് ശരിക്ക് കണ്ണിന് കാണുന്നില്ല, അവർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, അവർ ഹിദ്മത്ത് ഞാൻ ചെയ്യുകയാണ്. അങ്ങനെ മൂസാ നബി പുറത്തുപോയ ഉടനെ ഈ ഉമ്മയും ഉപ്പയും ആരക്കുന്ന ദുആ കേട്ട് ആർക്ക്? മൂസാ നബി അലൈഹി സ്വലാമിലേക്ക്. എന്താ ദുആ എന്നറിയോ? മകനെ, എത്ര കൊല്ലമായി നീ ഞങ്ങളുടെ ഹിദ്മത്ത് ചെയ്യുന്നത്, എത്ര കൊല്ലമായി ഞങ്ങളെ നീ കുളിപ്പിക്കുന്നത് മോനെ, എത്ര കൊല്ലമായി നിന്റെ വായിൽ ചവച്ച് ഞങ്ങൾക്ക് ഭക്ഷണം ഇറക്കി തരുന്നത് മോനെ, എത്ര കൊല്ലമായി ഞങ്ങൾക്ക് വേണ്ടി നീ ഹിദ്മത്ത് ചെയ്യുന്നത് മോനെ. അതുകൊണ്ട് മോനെ, നിനക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു മോനെ, നിനക്ക് നാളെ സ്വർഗത്തിൽ ബഹുമാനപ്പെട്ട മൂസാ ഇബ്നു ഇമ്രാന്റെ മകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് കൂടി സ്വർഗത്തിൽ നിനക്ക് താമസിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല എത്തിച്ചു തരട്ടെ എന്ന് ഉമ്മ ദുആരക്കുന്നു, ഉപ്പ ദുആരക്കുന്നു. അപ്പോൾ തന്നെ പിന്നെ ദുആരക്കുന്നു, അതേപോലെ തന്നെ മോനെ, എനിക്ക് ആ മൂസാ ഇബ്നു ഇമ്രാനെ കാണാൻ വേണ്ടി പോകാൻ സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങളെ ഹിദ്മത്ത് ചെയ്യാനുള്ളത് കൊണ്ടിട്ട് നിനക്ക് എവിടേക്കും പോകാൻ സാധിച്ചില്ലല്ലോ മോനെ. ഈ ദുനിയാവിൽ നീ മരിക്കുന്നതിന് മുമ്പ്, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിനക്ക് കാണിച്ചു തരട്ടെ, സ്വർഗത്തിൽ മൂസാ നബിയോട് കൂടെ നിന്നെ അല്ലാഹു ഒരുമിച്ച് കൂടട്ടെ എന്ന് ഉപ്പയും ഉമ്മയും വാർന്നപ്പോൾ പുറത്തുള്ള മൂസാ നബി അലൈഹിസ്സലാം ഇത് ചെവിക്കൊണ്ട് കേൾക്കുന്നു. കേട്ടപ്പോൾ
കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ആ യുവാവിനെ പിടിച്ചുകൊണ്ട് പറയുന്നു, ഓ മോനെ, എന്താണ് ഉപ്പ ദ്വാരുന്നത്, എന്താണ് നിന്റെ ഉമ്മ ദ്വാരുന്നത്? അപ്പോൾ പറയുന്നു, മൂസ ബിൻ ഇമ്രാൻ എന്ന വലിയ പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ വിശ്വസിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ എനിക്ക് ഈ ദുനിയാവിൽ ഉമ്മാന്റെ ഉപ്പാന്റെ ഖിദ്മത്ത് ചെയ്യുന്നത് കൊണ്ടിട്ട് അവിടെ പോയി കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് കൊണ്ടിട്ട് എന്റെ ഉപ്പയും ഉമ്മയും ദ്വാരുന്നത് ആ മൂസാ നബിയോട് കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് എന്റെ ഉപ്പ ദ്വാരുന്നതാണ്. ഞാൻ അതിലേക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിൽ തന്നെ നീ മരിക്കുന്നതിന് മുമ്പ് ആ മൂസാ നബിനെ നിനക്ക് അള്ളാഹു കാണിച്ചു തരട്ടെ എന്ന് എന്റെ ഉമ്മ ദ്വാരുന്നതാണ്, എന്റെ ഉപ്പ ദ്വാരുന്നതാണ്. ഞാൻ ആമീൻ അതിനേക്കാണ് പറഞ്ഞത്. ഓ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, അന മൂസ ഇബ്നു ഇമ്രാൻ, അന മൂസ ഇബ്നു ഇമ്രാൻ. മോനെ, നിന്റെ ഉമ്മാന്റെയും നിന്റെ ഉപ്പാന്റെയും ദുആക്ക് ഇജാബത്ത് ചെയ്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രോ ദൂരത്തിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. മോനെ, ഞാൻ തന്നെയാണ് മൂസ ഇബ്നു ഇമ്രാൻ. എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു, നാളെ സ്വർഗത്തിൽ നിന്റെ എനിക്കുള്ളതായിരിക്കുന്ന ചങ്ങായി ആരാണ്, എന്റെ കൂടെ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇന്നാലിന്ന നാട്ടിൽ ഒരു മാംസക്കച്ചവടം ചെയ്യുന്ന അവനാണ് നിന്റെ സ്വർഗത്തിൽ കൂട്ടുകാരൻ. അതുകൊണ്ടിട്ട് ആ കൂട്ടുകാരനായ നിന്നെ കാണാൻ വേണ്ടിട്ട് എന്റെ റബ്ബ് എന്നെ അയച്ചതാണ് മോനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്നോടൊരു സുഹൃത്ത് പറഞ്ഞില്ലേ, എന്റെ ഉമ്മ കിടത്തത്തിലായിട്ട് 6 മാസമായി. ഞാൻ മാസത്തിനും അജ്മീർക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്നു, ഏറുവാടി പോയിക്കൊണ്ടുണ്ടായിരുന്നു, ഉള്ളാളം പോയിക്കൊണ്ടുണ്ടായിരുന്നു, മടൂർ പോയിക്കൊണ്ടുണ്ടായിരുന്നു, പല സലാത്തിന്റെ മജ്‌ലിസിലേക്കും പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഉമ്മ കിടത്തത്തിലായത് കൊണ്ടിട്ട് എവിടേക്കും പോകാൻ പറ്റുന്നില്ല ഉസ്താദേ, ഞാൻ ബേജാറിലാണെന്ന് പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കന്മാരെ സഹായം കിട്ടണോ, അമ്പിയാക്കന്മാരെ സഹായം കിട്ടണോ, അല്ലാഹുവിന്റെ അനുഗ്രഹം എത്തണോ? നിന്റെ തരീഖത്തിന്റെ ശൈഖ് അത് നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്, അവരാണ് മുറബ്ബിയായ യഥാർത്ഥത്തിൽ നിന്റെ തരീഖത്തിന്റെ ശൈഖ്. അവരെ ഖിദ്മത്ത് ചെയ്താൽ നിനക്ക് ഔലിയാക്കന്മാരോട് കൂടെ സ്വർഗത്തിൽ കടക്കാം, അമ്പിയാക്കന്മാരോട് കൂടെ സ്വർഗത്തിൽ കടക്കാം, അവരെ കൂടെ സ്വർഗത്തിൽ ഉല്ലാസിക്കാം. അതല്ലാതെ കണ്ട് ഉമ്മനും ഉപ്പനെയും വിട്ട് വിരിഞ്ഞിട്ട് അവരെ ക്യാറാക്കാതെ, അവരെ ചിന്തിക്കാതെ, വലിയൊരു നിയമത്താണ് ഉമ്മ എന്നത്, വലിയൊരു നിയമത്താണ് ഉപ്പ എന്നത്. അവരെ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടുക എന്നത് അത് വലിയ നിയമത്താണ്. ആ നിയമത്തിനെ വിട്ട് വിരിഞ്ഞുകൊണ്ടിട്ട് ഒരു സിയാറത്തില്ല, ഒരു സലാത്ത് മജ്‌ലിസില്ല, ഒരു ഉറൂസില്ല. അവരെ ഖിദ്മത്താണ്. അതാണ് ഉവൈസുൽ ഖർനിയും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. എന്നിട്ടും ഉവൈസുൽ ഖർനിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു ഖത്താബിനോട് പറയുന്നു, ആ ഉവൈസുൽ ഖർനി കിട്ടിയാൽ നിങ്ങൾ എന്താക്കണം, ദ്വാരപ്പിക്കണം എന്ന്. അത്ര പവർ ലഭിച്ചത് ഉമ്മാന്റെ ഖിദ്മത്ത് ചെയ്തത് കൊണ്ടിട്ടാണ്. അപ്പൊ ഉമ്മാന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഒരു മനുഷ്യനിക്ക് ഭാഗ്യം സിദ്ധിക്കുക എന്നത്, ഉപ്പാന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഒരു മനുഷ്യനിക്ക് ഭാഗ്യം കിട്ടുക എന്നത് അത് വലിയൊരു നിയമത്താണ്. അങ്ങനെ ഉപ്പുമ്മ ഉള്ളവർ അവരെ ഖിദ്മത്ത് ചെയ്യണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ പരിഗണിക്കണം എന്ന് വസിയത്ത് ചെയ്യലോടുകൂടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് പ്രഗത്ഭനായ പണ്ഡിതനോ വലിയൊരു വാഗ്മിയും സാധാരണ യൂട്യൂബിലെല്ലാം ഉസ്താദ് അവരുടെ പ്രസംഗം ഞാൻ സാധാരണ കേൾക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ദീനിനും സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ ഉസ്താദ് അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കലോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശജാലകൾ വിതറി നീണ്ട പ്രഭാഷണം നടത്തിയ മൂളൂർ ഉസ്താദ് അവർക്കൊരായിരം അഭിവാദ്യങ്ങൾ. ഷാക്കിർ
ಉತ್ತರಿಸಬೇಕಾಗಿ ವಿನಂತಿ.